വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അന്നത്തെ ദിവസം നമുക്കൊരു കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഇഫ്താർ വിശേഷങ്ങളും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയതിൻ്റെ പേരിൽ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൂടി അയച്ചു തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ കൂടി ആയിരുന്നു അന്ന്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഇതേപോലെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് വെക്കും. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പം പ്ലേറ്റിലെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യും, പിന്നെ എന്തെങ്കിലും ചായ വെക്കും, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യും, അത് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കന്ന് സപ്പോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ സപ്പോട്ട ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. പാലില്ലാതെയാണ് കേട്ടോ ഞാൻ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ പാൽ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് നമ്മുടെ സപ്പോർട്ട് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമില്ലാതെ ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റിനായിട്ട് ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ആപ്പിളും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി അന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 10 രൂപയുടെ അമൂല്യൻ്റെ ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അമൂല്യൻ്റെ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അത് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മിൽക്കിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ 2 പാക്കറ്റ് വരെ 10 രൂപയുടെ 2 പാക്കറ്റ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 പാക്കറ്റ് ചേർക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വെള്ളം ഒരല്പമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, കാരണം പാല് ചേർക്കാത്തതല്ല അതിൻ്റെ പേരിൽ. അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇടാത്തൊരു ഗ്ലാസ് ഒന്ന് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ആൻഡ് ആപ്പിൾ ഷേക്കോ ജ്യൂസോ എന്ത് വേണമെങ്കിലും വിളിക്കാതെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഫ്രൂട്ട്സ് കൂടാതെ കടിയായിട്ട് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും പത്തിരി തന്നെയാണ് ഇവിടെ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായി. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഇനി ജസ്റ്റ് ടേബിളൊന്ന് അറേഞ്ച് ചെയ്യുക, നോമ്പ് തുറക്കുക. അതിന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഫ്താർ വിശേഷങ്ങൾ. അതായത് നോമ്പ് തുറയുടെ സമയത്ത് അങ്ങനെ പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കലില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കൽ അങ്ങനെയുള്ളൂ. അപ്പം ഇങ്ങനെയാണ് സാധാരണ ഇക്കാടെ വീട്ടിലാവുമ്പോഴുള്ള നോമ്പ് തുറയുടെ ആ ഒരു സീന് വന്നിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിച്ചു നീട്ടി വ്ളോഗ് അങ്ങ് കൊണ്ടുപോകാത്തത്. അപ്പോൾ നോമ്പ് തുറ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ബേക്കിങ്ങിലോട്ട് നിന്നു. നമുക്ക് പിറ്റേ ദിവസം ഒരു ഉച്ചൻ്റെ സമയമാകുമ്പോഴേക്കും കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസം സ്പഞ്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അധികം റഷില്ല. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് മാൻചോ കേക്കാണ്. അപ്പോൾ മാൻചോ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ റെസിപ്പി വീഡിയോയിൽ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. അതായത് മാംഗോ എസൻസ് ചേർക്കുന്ന ഒരു ക്ലിപ്പ്. അപ്പോൾ നമ്മൾ ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 45 രൂപ എങ്ങാനും തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അത് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു എസൻസ് കാണിച്ചിട്ടുള്ളത്. മിക്ക എസൻസും ഞാൻ ടൈഗറിൻ്റെ എസൻസ് തന്നെയാണ് മേടിക്കാറ്. കാരണം റേറ്റും ഓൾമോസ്റ്റ് കുഴപ്പമില്ല വേറെ വല്ല ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ കേക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ക്ലീനിങ് ആണ്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് റെസ്റ്റ് എടുക്കും. പിന്നെ അത്രേ ഉള്ളൂ. തലേ ദിവസം ഞാൻ ഇത്രയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യലും അതേപോലെ തന്നെ മാംഗോ പൾപ്പ് എല്ലാം ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മുടെ ബേക്കിങ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബ്രദർ ഇതേപോലെ കേക്ക് കൊടുന്നു തരുന്നത്. തക്വ കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രമുള്ളൊരു കുട്ടിയാണ് കേട്ടോ, ഒരു ഹോം ബേക്കറാണ് നമുക്ക് ഈ ഒരു കേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ആ കുട്ടി എൻ്റെ അടുത്തുള്ള ഒരു ഹോം ബേക്കറിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഷോപ്പിലോട്ട് എത്തിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമായി. അവർ ചോക്ലേറ്റും അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. നമ്മളെ ഇത്രയും അധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം പിന്നെ എന്താ പറയുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോഴും നിങ്ങളുടെ ഒരു കമൻസ് കാരണമാണ് കേട്ടോ എനിക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ നേരിട്ട് കാണാത്ത, എന്നിട്ട് അധികം കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാൾ നമുക്കിങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരുമ്പം അത് എത്രത്തോളം നമുക്ക് എക്സൈറ്റ്മെൻറ്റ് സന്തോഷം തരാമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കേക്ക്സ് എല്ലാം ഓർഡർ ചെയ്യുക. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ കേക്കിൻ്റെ പരിപാടിയിലോട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 11 മണി ആകുമ്പോഴാണ് ഞാൻ പിന്നീട് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് ക്രീം ബീറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്രീം ഫ്രിഡ്ജിലാണോ അതോ പുറത്താണോ സൂക്ഷിക്കുന്നതെന്ന്. ഞാൻ പുറമെയാണ് സൂക്ഷിക്കാറ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെൽറ്റ് ആവുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ക്രം കോട്ടിനായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യുക, പിന്നെ പുറമേ കോട്ടിങ്ങിനായിട്ടുള്ള ക്രീം വേറെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം 2 ബൗളിലാക്കി മാറ്റണം. കാരണം നമുക്ക് 2 ഫ്ലേവറിലുള്ള കേക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒന്നിൽ ചോക്ലേറ്റ് ഗനാഷും ഒരെണ്ണത്തിൽ നമ്മുടെ മാംഗോ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ മാംഗോയും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. റെസിപ്പി വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കണം. ആദ്യം മാംഗോ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മാംഗോ, അങ്ങനെ നമ്മൾ വാൻചോ കേക്ക് ചെയ്യുന്ന പോലെ ആൾട്ടർനേറ്റ് ആയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ അതിൽ കുറേ കേക്ക് ഡിസൈൻസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു പ്രാണി പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? പക്ഷേ ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൽ മെൽറ്റ് ആവാതെ കിടക്കുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, വീക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ കിടക്കുന്നത് കണ്ടപ്പം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കൊതുകുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് നിങ്ങൾ ഷുഗർ ഷീറ്റ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഏതൊരു ഹോം ബേക്കറും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുക. അല്ലാതെ തോന്നിയ പോലെയല്ല ഒരിക്കലും ഉണ്ടാക്കുക. അത്രയും കെയർഫുള്ളായിട്ടാവും നമ്മൾ കേക്കൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കൊതുക് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത് കസ്റ്റമറിന് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ചെയ്യില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് ലോസ് ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് കസ്റ്റമറിന് കൊടുക്കില്ല. അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ബേക്കറിയിൽ നിന്നുള്ള കേക്കിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്ക്സ്. അതിൽ ഒരു റീസൺ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റാണ്. അതായത് വൃത്തി ഉണ്ടാവും, അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നമുക്ക് പല കസ്റ്റമേഴ്സും നമുക്ക് ഓർഡർ തരാറ്. അപ്പോൾ എല്ലാ ഹോം ബേക്കറും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരത്രയും കെയർഫുള്ളായിട്ടാവും കേക്ക് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കേക്ക് ബോർഡിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിലോട്ട് മാറ്റുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, പക്ഷേ ഒരു വട്ടം എനിക്ക് ഇത് തട്ടിമറിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ക്രം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം എന്ന് മാത്രം. ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ കേക്ക് ബോർഡിൽ ഒരല്പം ക്രീമാക്കിയതിന് ശേഷം പതിയെ അങ്ങ് വലിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ഫോണ്ടൻ്റ് വർക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലെറ്റേഴ്സും അതേപോലെ തന്നെ 3 കളറിലുള്ള ബട്ടർഫ്ലൈസും പിന്നെ ഫ്ലവർ മോൾഡിൽ വെച്ചിട്ട് ഫ്ലവേഴ്സും ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫോണ്ടൻറ്റിന് പറ്റിയ ടൈമാണ്, കാരണം ചൂടുകാലമായതുകൊണ്ട് ഫോണ്ടൻറ്റ് മെൽറ്റ് ആവുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഇതൊന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഡെക്കറേഷനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്കതിൽ ഒരുപാട് കേക്ക് ഡെക്കറേഷനൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ പാക്ക് ചെയ്തു. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ബോക്സിലായിട്ട് പാക്ക് ചെയ്തിട്ട് ടോപ്പറല്ല അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുക. അപ്പോൾ അവരത് സ്റ്റിക്ക് ചെയ്തോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബോക്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 1 kg മാഞ്ചോ കേക്ക് 850 ആണ് വാങ്ങുന്നത്. പിന്നെ വർക്കിൻ്റെ ചാർജ് അത് ഓരോരുത്തരുടെ ഏരിയ അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. നമുക്കൊരു 750 ഒക്കെ മേടിക്കാം, 700-750 ഒക്കെ മേടിക്കാം. ചിലപ്പോൾ ഞാനിത് പറയുന്നത് കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അത് നിങ്ങളുടെ ഏരിയ അനുസരിച്ചിട്ട് നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാറ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ അമ്മി മലബാറിൻ്റെ ലോഗോ ആൻഡ് സ്റ്റിക്കർ എവിടെ നിന്നാണ് ചെയ്തതെന്ന്. അതിൻ്റെ ബ്രദറിൻ്റെ ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. HP ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ ഡിസൈന് പിന്നെ അമ്മി മലബാറിൻ്റെ ബ്രൗഷർ എല്ലാം ബ്രദറാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. HP ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണെങ്കിലും നിങ്ങൾക്ക് കൊറിയറായിട്ട് സെൻഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല HP ഗ്രാഫിക്സിൽ ഫ്രെയിംസ് അതേപോലെ തന്നെ ഫോട്ടോഷൂട്ട് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ബ്രദറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള വ്ളോഗ്. ചെറുതായിട്ട് ഇഫ്താർ വിശേഷങ്ങൾ, എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ, പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്